ഹലോ, ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. യെസ് കമൻറ്റ് ചെയ്യണേ. 5 പേരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചാറ്റിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു ആരൊക്കെയാണ് കാണുന്നതെന്ന്. ഇവിടെ ജോയിനിങ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എത്ര പേര് ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതൊന്നും അറിയാനാണ് കേട്ടോ. ഓക്കേ, സോ അപ്പോൾ നമുക്ക് 4 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കേൾക്കുന്നില്ലേ? ഞാൻ പറയണത് എല്ലാവർക്കും കേൾക്കുന്നില്ലേ? അതെ അതെ, എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് 3 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അതാ 8 പേരായിട്ടുണ്ട് നമുക്ക് കാണുന്ന വ്യൂസ്. അപ്പോൾ വരുന്നവരൊക്കെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാവരും നമ്മുടെ ഈ ലൈവ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്നാലാണ് നിങ്ങളൊക്കെ ഇവിടെ ആക്റ്റീവ് ആയിരിക്കുള്ളൂ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് കമൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് അല്ലേ എല്ലാവരും? ഓക്കെ, നമുക്കിപ്പോൾ 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. ഇനി വരാനുള്ളവരൊക്കെ ജോയിൻ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് 10 വ്യൂസായി. നമുക്കൊരു 30 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം എത്തുമെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, എല്ലാവരും ഹായ് ഒക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഹായ്, എല്ലാവർക്കും ഹായ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണല്ലേ ഇന്ന്. എല്ലാവരും എക്സൈറ്റഡ് ആണോ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടിയിട്ട്? നമുക്കപ്പോൾ 15 വ്യൂസ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ക്ലാസ് തുടങ്ങേണ്ട സമയമായില്ലേ? 7:29 നമുക്ക് 7:30 ആയിരുന്നല്ലോ ടൈം. അപ്പം നമുക്ക് ക്ലാസ്സസ് തുടങ്ങിയാലോ? ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, സോ എൻ്റെ പേര് വൈശാഖി. ഞാൻ നിങ്ങളുടെ മാത്സ് ടീച്ചറാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ
6th ഗ്രേഡിലേക്കുള്ള നവോദയ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിവിടെ പഠിക്കാൻ വന്നേക്കണത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലാഗ് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഞാൻ പറയുന്നതും എൻ്റെ ലിപ് മൂവ്മെൻറ്റ്സും ആക്ഷൻസും തമ്മിൽ എന്തെങ്കിലും ലാഗ് ഉണ്ടെങ്കിൽ യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഒന്നുമില്ല, പ്രശ്നമില്ല, ക്ലിയർ ആയിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ നോ, ഒരു പ്രശ്നമില്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നോ എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് വേഗം ഉഷാറായിട്ട് കമൻറ്റ് ചെയ്തേ. ഓക്കെ, നോ, അപ്പോൾ പ്രശ്നമൊന്നുമില്ല, നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണുന്നുണ്ട്. സോ നമുക്ക് തുടങ്ങാം. ഓക്കെയാണ്, ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും പറയുമ്പോഴേക്കും നല്ല ആക്റ്റീവായിട്ട് കമൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. അപ്പം നമുക്ക്, നിങ്ങൾക്ക് എന്നെ കാണാം, പക്ഷെ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കാകെ നിങ്ങളിവിടെ ഉണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ഒക്കെ അറിയാൻ പറ്റും നമുക്ക് ചാറ്റ് ബോക്സിൽ കൂടിയല്ലേ. അപ്പോൾ എല്ലാവരും ചാറ്റ് ബോക്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം നിങ്ങൾ ചാറ്റിൽ കൂടെ പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഇഷ്യൂസ് ഇടയിൽ വരികയാണെങ്കിൽ, ക്ലിയർ ആവുന്നില്ലെങ്കിലോ ഓഡിയോ കേൾക്കുന്നില്ലെങ്കിലോ ഒക്കെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ കറക്റ്റ് സമയത്ത് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് 28 വ്യൂസിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്, പക്ഷെ ലൈക്സ് വന്നില്ലല്ലോ. എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യോ. ഓക്കെ, നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോവല്ലേ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എത്ര പേർക്ക് ഇവിടെ മാത്സ് ഇഷ്ടമാണ്? മാത്സ് നമുക്ക് എത്ര പേർക്ക് ഇവിടെ ഇഷ്ടമാണ്? എല്ലാവരും ഇഷ്ടമാണെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്ത, ഒരു റെഡ് ഹാർട്ട്. മാത്സ് ഇഷ്ടമുള്ള ആൾക്കാർ. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അഞ്ജലി കൃഷ്ണയ്ക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. മീ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണ് മാത്സ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മളിന്ന് ഏത് ഭാഗമാണ് പഠിക്കാൻ പോണത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഏത് ഭാഗമാണ് പഠിക്കാൻ പോണേന്ന്? ഏത് ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോണത്? നമ്മൾ നമ്പേഴ്സിനെ പറ്റിയാണെന്ന് പഠിക്കാൻ പോണത് അല്ലേ? അപ്പോൾ നമ്പേഴ്സിനെ പറ്റി നമുക്ക് ഓൾറെഡി എന്തൊക്കെ അറിയാം? കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്പേഴ്സിനെ പറ്റി അറിയാം അല്ലേ? അതായത് നമ്പേഴ്സ് ഇല്ലാണ്ട് നമുക്ക് മാത്സിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നമുക്കറിയാം. അതെല്ലാവർക്കും നമുക്കറിയാം. നമ്പേഴ്സ് ഇല്ലാണ്ട് മാത്സിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്പേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അത് നമുക്കറിയാം. അപ്പോൾ അതേ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് മാത്സ്. വെരി ഗുഡ്. അപ്പം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാമല്ലോ അല്ലേ? ചിലർക്ക് മാത്സിനോട് ഭയങ്കര താല്പര്യക്കുറവായിരിക്കും അല്ലേ? മാത്സ് എന്ന് കേൾക്കുമ്പോഴേക്ക് സങ്കടം. അതൊന്നും ഇല്ലല്ലോ ആർക്കും. ഇനി എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതൊക്കെ മാറ്റി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാത്സ് പഠിക്കാം. ഓക്കെ, ഓക്കെ. സോ അപ്പം ഞാൻ എന്താ പറഞ്ഞിട്ടിരുന്നത്? നമ്പേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് എന്താ ഓർമ്മ വരിക? കൗണ്ട് ചെയ്യൽ അല്ലേ? നമുക്ക് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ലോവർ ക്ലാസ്സിൽ നമ്പേഴ്സിനെ പറ്റി ആദ്യമായിട്ട് പഠിച്ച കാര്യം അല്ലേ? നമ്പേഴ്സിനെ പറ്റി നമ്മൾ ഫസ്റ്റ് 1 2 3 4 നമുക്കിങ്ങനെ പഠിപ്പിച്ചു വന്നു ടീച്ചേഴ്സ്. എന്നിട്ട് നമുക്ക് കുറേ സ്വീറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് അത് കൗണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു നമ്മളോട്. അപ്പോൾ നമ്മളത് കൗണ്ട് ചെയ്യും. 1 2 3 4 അല്ലേ? അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യാനായിട്ടാണ് ആദ്യം നമ്മൾ മാത്സിൽ പഠിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വലിയ വലിയ കാര്യങ്ങൾ വന്നപ്പോൾ നമുക്ക് 2 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്, 2 നമ്പറുകളെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ്, അതുവരെയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോകും. അത് കഴിഞ്ഞാലാണ് എന്ത് വരുന്നത്? മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് അല്ലേ? അതാണ് ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യം. മൾട്ടിപ്ലിക്കേഷൻ ടേബിള് മിക്ക ആൾക്കാർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കേൾക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഓർത്ത് വെക്കണ്ടേ, അങ്ങനെ ഒരു സങ്കടം ഉണ്ടോ ആർക്കെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിനെ പറ്റിയിട്ട്?
ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, സോ അഞ്ജലി കമൻറ്റ് ചെയ്തിട്ടുണ്ട് നെയിം ആവണിയാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ആ നെയിം വായിച്ചതാണ്, സോറി. ആവണി. ഓക്കെ, ആവണിക്ക് മാത്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഒരുപാട് പേര് മാത്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്പേഴ്സ്. സോ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്പേഴ്സിൻ്റെ ബേസിക്സിനെ പറ്റിയാണ് പഠിക്കാൻ പോണത്. നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിന് കുറച്ചും കൂടി ഹൈ ലെവലിലേക്കുള്ള കാര്യങ്ങളുണ്ട്. ഫാക്ടറൈസേഷൻസ്, ഡിവിഷൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ നമുക്ക് നമ്പേഴ്സിൻ്റെ ബേസിക്സ് അറിയണം, അല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്കൊക്കെ നമ്പേഴ്സിനെ കൊണ്ടുള്ള നമ്മുടെ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്? എന്തോരം ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യും, എന്തോരം വേഗം ചെയ്യും? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്പീഡ്. കാരണം നമ്മളൊരു എക്സാം അല്ല എഴുതാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സാം നമ്മൾ എഴുതുമ്പോൾ അത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ എത്രമാത്രം ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അവിടെയാണ് നമ്മുടെ സ്കോർ, അല്ലേ? അപ്പോൾ നമുക്ക് അറിഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ചെറിയ ചെറിയ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡീഷനും സബ്സ്ട്രാക്ഷനൊക്കെ ആണെങ്കിൽ പോലും ഏറ്റവും പെട്ടെന്ന് ആരാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കറക്റ്റായിട്ട് സ്പീഡിൽ ആർക്കാണോ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ ഉണ്ടെങ്കിലാണ് നമുക്കതിൻ്റെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡീഷൻസ്, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതെല്ലാം നമ്മൾ ഇന്ന് കൂടുതൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, അത് നമുക്കൊന്ന് ഒരുമിച്ച് അത് ഡിസ്കസ് ചെയ്യാം. എന്നാലാണ് നമുക്ക് ആർക്കൊക്കെ ഒരു സ്പീഡ് ഉണ്ട്, എല്ലാതും ഉണ്ട് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇതുവരെ എല്ലാതും ക്ലിയർ അല്ലേ പറഞ്ഞത്? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോണത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല, എല്ലാവരും കമൻറ്റ് ബോക്സിൽ ആക്റ്റീവായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ എന്താണ്? നമുക്ക് ഇൻട്രൊഡക്ഷൻ മാത്സിൽ നമ്പേഴ്സിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. മാത്തമാറ്റിക്സിൽ നമ്പർ ഒരു കൺസെപ്റ്റാണ്. അത് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? നമുക്കൊരു ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, ഒരു അളവ്, ഒരു ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരു നമ്പർ വേണം. ആൻഡ് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ലേബൽ ചെയ്യാൻ, പിന്നെ നമുക്ക് കൗണ്ട് ചെയ്യാൻ, മെഷർ ചെയ്യാൻ, കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ, ഇതെല്ലാണ് നമുക്ക് ഏറ്റവും ബേസിക്സ് ആയിട്ട് നമ്പേഴ്സിനെ കൊണ്ടുള്ള ആവശ്യം. എന്തൊക്കെയാണ്? നമുക്കൊരു ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യണമെങ്കിൽ ഒരു നമ്പർ വേണം, അല്ലേ? അത് എത്ര ലെങ്ത് ഉള്ള ഒരു എത്ര ലെങ്ത് ആണ് ആ ഡെസ്കിന് എന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പറയാ? ഒരു നമ്പർ വെച്ചിട്ടല്ലേ പറയാ? 50 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ. ആ നമ്പർ അവിടെ വേണം, അല്ലേ? അതില്ലാണ്ട് നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇതൊക്കെ ചെയ്യാനും നമുക്ക് എന്ത് വേണം? നമ്പർ വേണം. അപ്പം നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്പർ വെറുതെ ഒരു നമ്പറായിട്ട് നമുക്ക് ആർക്കും പ്രശ്നമില്ല, പക്ഷെ അതൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം, അല്ലേ? അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? നമുക്കപ്പോൾ പഠിച്ചു തുടങ്ങിയാലോ? ഓക്കെ അല്ലേ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും നന്നായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് 39 വ്യൂസ് ആയിട്ടുണ്ട്. വെരി ഗുഡ്. സോ എല്ലാവർക്കും ഓഡിബിളാണ്, എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആരും ഒന്നും ഇഷ്യൂസ് ഒന്നും പറഞ്ഞിട്ടില്ല. വെരി ഗുഡ്. So we can move forward. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആണ്. അപ്പോൾ യെസ്, എല്ലാവർക്കും ക്ലിയർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവർക്കും നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. യെസ്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മെസ്സേജസ് എനിക്ക് കിട്ടുന്നത് കുറച്ച് ലാഗായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കത് ശരിയാക്കാം. ഓക്കെ ഓക്കെ, സോ നമ്മൾ ഇനി പഠിക്കാൻ പോണത് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. ഓക്കെ, ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഇത്ര നമ്പേഴ്സ് അറിയാം. നമുക്ക് 1 2 3 4 5 6 നമുക്ക് ഒരുപാട് നമ്പേഴ്സ് അറിയാം. പക്ഷേ ഈ നമ്പേഴ്സിനൊക്കെ ഓരോ കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണത്, ടൈപ്സ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്? അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സിൻ്റെ ടൈപ്സ്, റിയൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, പിന്നെ ഇൻറ്റിജേഴ്സ്, റേഷണൽ, ഇറേഷണൽ, അങ്ങനെ കുറേ നമ്പേഴ്സ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അതിൽ
ഇതിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിനെപ്പറ്റി ഈ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, ഈ വേർഡ്സും ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. യെസ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നമുക്ക് 41 വ്യൂസ് ആയിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ഒരു ആക്ടിവിറ്റി വരുന്നില്ലല്ലോ. എല്ലാവരും ഒന്നും കൂടി ഉഷാറായോ ഒന്ന് കമൻറ്റ് ബോക്സിൽ. യെസ് 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 യെസ്, വെരി ഗുഡ്. സോ എല്ലാവർക്കും ഫെമിലിയർ ആണ്. യെസ് യെസ്, ഓക്കെ. അപ്പോൾ നിങ്ങളിതൊക്കെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. വെരി ഗുഡ്. സോ അതെനിക്ക് കുറച്ചും കൂടി എളുപ്പമായി. നമുക്ക് അപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് റിയൽ നമ്പേഴ്സ്. എന്താണ് റിയൽ നമ്പേഴ്സ്? റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അത് കറക്റ്റാണ്, അത് ശരിക്കും ഉള്ളൊരു കാര്യമാണ്. റിയൽ നമ്പേഴ്സ്, എനി നമ്പേഴ്സ് ദാറ്റ് വി ക്യാൻ തിങ്ക് ഓഫ് എക്സെപ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് ഈസ് എ റിയൽ നമ്പർ. നമ്മുടെ അടുത്ത് ഒരു നമ്പർ ആലോചിക്കാൻ പറയാമെന്ന് വിചാരിക്കുക. വെരി ഗുഡ്. ഇപ്പോൾ എല്ലാവരും ആക്റ്റീവായി വരുന്നുണ്ട്. വെരി നൈസ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു നമ്പർ ആലോചിക്കാൻ പറയാണ്. നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ 2 അല്ലെങ്കിൽ 4 -2 5 ഇങ്ങനെ എന്ത് നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. വേണമെങ്കിൽ 2/3 അങ്ങനെ എന്ത് നമ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ നമുക്ക് ആലോചിക്കാൻ നമ്മുടെ ബുദ്ധിയിൽ പെട്ടെന്ന് തിരിഞ്ഞു വരുന്ന ഏതൊരു നമ്പറും റിയൽ നമ്പറാണ്. ഓക്കെ, സോ നമുക്ക് കൗണ്ടബിൾ ആയിട്ടുള്ള positive or negative, whether it is fraction or not, any types of numbers are categorized into real numbers. Okay, so നമുക്ക് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ they are real. നമുക്ക് പെട്ടെന്ന് ആലോചിക്കാൻ പറ്റുന്ന, നമുക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന ടോട്ടൽ നമ്പേഴ്സിന്റെ ഏറ്റവും വലിയ ക്ലാസിഫിക്കേഷൻ ആണ് റിയൽ നമ്പേഴ്സ്. ആക്ച്വലി നമ്മുടെ ഏറ്റവും വലിയ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് റിയൽ ആൻഡ് കോംപ്ലക്സ് ആണ്. ഓക്കെ, സോ റിയലും കോംപ്ലക്സ്. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തേക്കണേ? കോംപ്ലക്സ് നമ്പർ അല്ലാതെ ബാക്കി എല്ലാ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് ആണ്. റൈറ്റ്? സോ അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്താ? കോംപ്ലക്സ് നമ്പറിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കോംപ്ലക്സ് നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് കേൾക്കാൻ സാധ്യത കുറവായിരിക്കും. ചിലപ്പോൾ നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ആൻഡ് ഒരു ഇമാജിനറി പാർട്ടൊക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ നമുക്ക് അതിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം പോകണ്ട, നമുക്ക് അതിനെപ്പറ്റി ഒന്നും പഠിക്കാനില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലം റിയൽ നമ്പേഴ്സിൻ്റെ കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പോസിറ്റീവ് നമ്പർ മാത്രമല്ല റിയൽ നമ്പർ, നെഗറ്റീവ്. യെസ്, കോംപ്ലക്സ് നമ്പേഴ്സിനെ പറ്റി ആരും കേട്ടിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് നോ പ്രോബ്ലം. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സും ഫ്രാക്ഷൻസും എല്ലാതും നമുക്ക് റിയൽ നമ്പേഴ്സിൽ പെടുന്നതാണ്. ഓക്കെ, യെസ്, വെരി ഗുഡ്. സോ വി ക്യാൻ മൂവ് ഫോർവേഡ്. യെസ്, ഇപ്പം നമ്പേഴ്സിനെ പറ്റി പഠിച്ചു. നമ്പേഴ്സിൻ്റെ കാറ്റഗറൈസേഷൻസിനെ പറ്റി 1 മിനിറ്റ്, നമ്മൾ അതിൻ്റെ എല്ലാ കാറ്റഗറൈസേഷനും പറഞ്ഞില്ല. യെസ്, നാച്ചുറൽ നമ്പേഴ്സ്, അതും നമുക്ക് എല്ലാ കാറ്റഗറൈസേഷനും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. നാച്ചുറൽ നമ്പേഴ്സ്, ഇത് 1 തൊട്ട് ലാർജർ ആയിട്ട് വരുന്ന എല്ലാ നമ്പേഴ്സിൻ്റെയും ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും നാച്ചുറൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് അല്ലേ? അതെ, നാച്ചുറൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന എല്ലാ നമ്പേഴ്സും, അതായത് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, റേഷണൽ നമ്പേഴ്സ് എല്ലാതും റിയൽ നമ്പേഴ്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പോൾ റിയൽ നമ്പറിനെ തന്നെ നമ്മൾ അഗെയിൻ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ആക്കി ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്. എന്തൊക്കെ? നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഹോൾ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, റേഷണൽ നമ്പേഴ്സ്, അങ്ങനെ. ഓക്കെ, സോ ഇതുവരെ ഓക്കെ ആണോ എല്ലാവർക്കും? റിയൽ നമ്പേഴ്സിൻ്റെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? ആർക്കെങ്കിലും സംശയമുണ്ടോ റിയൽ നമ്പറിനെ പറ്റിയിട്ട്? ഉണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യാം. റിയൽ നമ്പേഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഞാൻ ഇനിയും റിയൽ നമ്പേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ യെസ് എന്ന് പറയുക. ഇല്ല നമുക്ക് ഇനി മൂവ് ഫോർവേഡ് ചെയ്യാമെങ്കിൽ നോ പറയാം. യെസ് യെസ്, എല്ലാവരും നോ ആണ് പറയുന്നത്. ആർക്കും സംശയമൊന്നുമില്ല. വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും നല്ല അറ്റൻറ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. വെരി ഗുഡ്. നമുക്കിങ്ങനെ നല്ല പോലെ ആക്റ്റീവായിട്ട് പോയാലാണ് നമുക്ക് ഒരുമിച്ച് ഇത് പഠിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്? ഓക്കെ, സോ അടുത്ത നമ്പേഴ്സ് നമ്മൾ എന്താ പറഞ്ഞത്? നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം 1. അപ്പോൾ 0 നാച്ചുറൽ നമ്പേഴ്സിൽ പെടുമോ? നോ, 0 നാച്ചുറൽ നമ്പേഴ്സിൽ ആഡ് ചെയ്യുന്ന ഒരു നമ്പർ അല്ല. ഓക്കെ, സോ ആർക്കെങ്കിലും ഇനി ക്ലിയർ ആവാത്തതുണ്ടോ? നോ, എല്ലാവരും നോ ആണ് പറയുന്നത്. ഓക്കെ, സോ ഞാൻ മൂവ് ഫോർവേഡ് ചെയ്യാണ്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് വീണ്ടും ഒന്നും കൂടി പറയാം.
യെസ്. സോ കുറച്ച് പേരൊക്കെ യെസ് പറയുന്നുണ്ട്. 1 2 3. സോ ബാബുരാജ്, ജൂബി, നിങ്ങൾക്കൊന്നും മനസ്സിലാകാതെ ആണോ അതോ മനസ്സിലായി എന്നുള്ളതാണോ? ഞാൻ യെസ് എന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് ക്ലിയർ ആവാത്തതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയാം, കുഴപ്പമില്ല. സോ റിയൽ നമ്പർ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, നമുക്ക് പറയാൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നമ്പറിനെ പറ്റി ആലോചിക്കാൻ പറയുമ്പോൾ നമുക്ക് ഏതൊരു നമ്പറും നമ്മുടെ മൈൻഡിലേക്ക് വരും അല്ലേ. അതായത് 1 2 3 4 5 6 അപ് ടു ഇൻഫിനിറ്റി ആൻഡ് -1 -2 -3 ഏത് നമ്പർ വേണമെങ്കിലും ആകാം. 0 ആകാം, 2/3 4/5 5/6 ഏത് ഫ്രാക്ഷൻ വേണമെങ്കിലും ആകാം. അല്ലെങ്കിൽ √2 √3 അങ്ങനത്തെ ഇറേഷണൽ നമ്പേഴ്സ് ആകാം. അങ്ങനത്തെ ഏതൊരു നമ്പേഴ്സും, അതായത് ടോട്ടൽ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും കൂടി ഒരുമിച്ച് വരുന്ന കാറ്റഗറിയാണ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, കോംപ്ലക്സ് നമ്പർ ഒഴിച്ച് ബാക്കി നമ്മളുള്ള എല്ലാ നമ്പേഴ്സും, അപ്പോൾ കോംപ്ലക്സ് നമ്പറിനെ പറ്റി നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് നമുക്കത് മാറ്റി നിർത്താം. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള, നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പേഴ്സ്. അത് ഫ്രാക്ഷൻ ആയിക്കോട്ടെ, അതൊരു റിയൽ നമ്പറാണ്. അതൊരു എന്താണ് റൂട്ടുള്ള നമ്പർ ആയിക്കോട്ടെ, അതൊരു റിയൽ നമ്പറാണ്. മനസ്സിലായോ? അതൊരു പോസിറ്റീവ് നമ്പർ ആയിക്കോട്ടെ, ദാറ്റ്സ് എ റിയൽ നമ്പർ. ആൻഡ് ഇഫ് ഇറ്റ്സ് എ നെഗറ്റീവ് നമ്പർ ഓൾസോ, ദാറ്റ്സ് ഓൾസോ എ റിയൽ നമ്പർ. 0 ഈസ് ഓൾസോ എ റിയൽ നമ്പർ. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സും നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള, നമ്മൾ യൂസ് ചെയ്യുന്ന ടോട്ടൽ നമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ പറയുന്നതാണ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ നൗ, റൈറ്റ്? യെസ്. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് നമ്പർ ഞാൻ എന്താ പറഞ്ഞത്? നാച്ചുറൽ നമ്പേഴ്സ്. അതെന്തായിരുന്നു? 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സിനെയും ടോട്ടലായിട്ട് പറയുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 0 നാച്ചുറൽ നമ്പർ ആണോ? നോ. 1 2 3 4 5 6 അപ് ടു ഇൻഫിനിറ്റി എത്ര നമ്പർ ഉണ്ടോ അത്രയും നമ്പറും അതെന്താണ്? നാച്ചുറൽ നമ്പറാണ്. ക്ലിയർ? യെസ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഹോൾ നമ്പർ. വലിയ വ്യത്യാസമൊന്നുമില്ല നാച്ചുറൽ നമ്പറുമായിട്ട്. നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്താൽ അത് ഹോൾ നമ്പറായി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 1 2 3 4 5 6 അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ആൻഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാലോ 1 2 3 4 5 6 അത് 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പർ ഈസ് ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് 1. ഓക്കെ, ആൻഡ് ഹോൾ നമ്പേഴ്സ് ആർ ദ നമ്പേഴ്സ് ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 0. അപ്പോൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഹോൾ നമ്പർ. അതായത് 0 1 2 3 4 5 6 അത് എത്ര പോയാലും ദാറ്റ് ഈസ് ഹോൾ നമ്പർ. ആൻഡ് ഇഫ് 0 ഇല്ല, നമ്മൾ 1 തൊട്ട് മാത്രമാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്? 1 2 3 4 5 6 അപ് ടു ഇൻഫിനിറ്റി. ആൻഡ് ഏതാണ് ഹോൾ നമ്പേഴ്സ്? 0 1 2 3 4 5 6. നമുക്കിവിടെ എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നാച്ചുറൽ നമ്പേഴ്സ്, ദീസ് ആർ ദ കൗണ്ടിങ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് കണ്ടിന്യൂയിങ് ഇൻഡെഫിനിറ്റ്ലി. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തെ നമ്പർ പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മളത് ഇൻഡെഫിനിറ്റ്ലി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്ന് പറയുന്നത്. ഇനി ഹോൾ നമ്പർ എന്താ പറഞ്ഞത്? ദീസ് ഇൻക്ലൂഡ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് പ്ലസ് 0. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് പ്ലസ് 0 ഈസ് കോൾഡ് ഹോൾ നമ്പേഴ്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണു. ഇനി ഹോൾ നമ്പേഴ്സ് വരെ എല്ലാവരും ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് കൊടുത്താൽ മതി. കമൻസിൽ എല്ലാവരും ഒരു തംസ് കൊടുത്തേ. ഇതുവരെ എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ റിയൽ നമ്പർ പറഞ്ഞു, നാച്ചുറൽ നമ്പർ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞേ? ഹോൾ നമ്പേഴ്സ് പറഞ്ഞു. അപ്പോൾ ഹോൾ നമ്പേഴ്സ് വരെ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ എല്ലാവരും വേഗം ഒരു തംസ് അപ്പ് കൊടുത്തേ. ക്ലിയർ ക്ലിയർ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ ആക്റ്റീവായിട്ട് ചാറ്റ് ബോക്സിൽ എല്ലാവരും തംസ് അപ്പ് ഒക്കെ തരുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇനി ക്ലിയർ അല്ലാത്തവർ എന്താ ചെയ്യാം? നോ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഇനി ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോ കൊടുത്താൽ നമുക്ക് ഒന്നും കൂടെ പറയാൻ വേണമെങ്കിൽ. ആ ക്ലിയർ ആവാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു വട്ടം കൂടെ സംസാരിക്കാം.
ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കണു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. സോ എല്ലാവർക്കും ക്ലിയർ ആണ്. സോ നമുക്ക് അടുത്ത നമ്പർ നോക്കാം. അടുത്ത നമ്പർ എന്താണ്? ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടോ ഇതിനു മുന്നേ? അപ്പോൾ നമുക്കിപ്പോൾ എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ? ആദ്യം നമ്മൾ നാച്ചുറൽ നമ്പർ കണ്ടു. ഈ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ ഒരു നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് അത് ഹോൾ നമ്പറായി. ഇനി ഈ ഹോൾ നമ്പേഴ്സിൽ എന്തില്ല? നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അല്ലേ? ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 തൊട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. ഇനി ഇതിൻ്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ അതിനെ മൊത്തത്തിൽ പറയണതാണ് ഇൻറ്റിജേഴ്സ്. ഗോട്ട് ഇറ്റ്? സോ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് all whole numbers as well as their negative counterparts. നെഗറ്റീവ് കൗണ്ടർ പാർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ഒന്നുമല്ല, 1 ഉണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് കൗണ്ടർ പാർട്ടാണ് -1. 2ൻ്റെ നെഗറ്റീവ് കൗണ്ടർ പാർട്ടാണ് -2. ഓക്കെ, അതാണ് നെഗറ്റീവ് കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? സോ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? റിയൽ നമ്പർ, ടോട്ടൽ നമ്പേഴ്സ്, പോസിറ്റീവ്, വെദർ നെഗറ്റീവ്, 0, ഫ്രാക്ഷൻ, അങ്ങനെ എല്ലാ നമ്പറിനെയും കൂടെ ഒരുമിച്ച് പറയുന്നതാണ് റിയൽ നമ്പേഴ്സ്. ആൻഡ് നാച്ചുറൽ നമ്പർ എന്താ പറഞ്ഞാൽ നമ്മൾ 1 2 3 4 5 6 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് വന്നപ്പോൾ ആ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 0 എന്ന് പറയുന്ന ഒരു നമ്പറും കൂടി വരികയാണെങ്കിൽ അതിന് മൊത്തത്തിൽ നമ്മൾ പറയുന്നതാണ് ഹോൾ നമ്പർ. അപ്പോൾ ഈ ഹോൾ നമ്പർ വരെ നമ്മൾ പഠിച്ചതിൽ എന്തില്ല? നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല. ഇനി നമുക്ക് ഈ 1 2 3 4 5 6 എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ നെഗറ്റീവ് കൗണ്ടർ പാർട്സും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇൻറ്റിജേഴ്സിൽ എന്തൊക്കെയുണ്ട്? 0 ഉണ്ട്, 1 2 3 4 5 6 അപ് ടു ഇൻഫിനിറ്റി ഉണ്ട്, -1 -2 -3 -4 അങ്ങനെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാമെന്നറിയോ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് ഇവിടെ നോക്കുക. അപ്പം നമുക്കിതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ തരും. 0 1 2 3 4 5. എന്നിട്ട് ഇത് റിയൽ നമ്പർ അല്ലെങ്കിൽ ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണോ ഹോൾ നമ്പേഴ്സ് ആണോ ഈ സെറ്റിൽ വന്നിട്ടുള്ളത് എന്ന് ചോദിക്കും. അപ്പോൾ ഇതിലുള്ള ഏതാ? ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണോ അത് ഹോൾ നമ്പേഴ്സ് ആണോ? ഇത് ഏതായിരിക്കും? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഹോൾ നമ്പർ എന്നാണ് തോന്നുന്നതെങ്കിൽ W എന്ന് കമൻറ്റ് ചെയ്യുക. നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ N എന്ന് കൊടുക്കുക. ജസ്റ്റ് N എന്ന് കൊടുക്കുക കേട്ടോ. വേഗം ഒന്ന് എല്ലാവരും പറഞ്ഞേ. സീറോ ഉണ്ട്. അപ്പോൾ 0 കൂടി വരുമ്പോൾ ഏത് നമ്പറാണെന്ന് നമ്മൾ പറഞ്ഞത്? 0 കൂടി വന്നിട്ടുള്ള കൗണ്ടിങ് നമ്പേഴ്സ് ഏതാണ്? ഹോൾ നമ്പേഴ്സ്. യെസ്, എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഹോൾ നമ്പേഴ്സ് ആണ്. വെരി ഗുഡ്. യെസ്, W. യെസ് യെസ് യെസ്, വെരി ഗുഡ്. സോ 0 കൂടി വരികയാണെങ്കിൽ യെസ്, എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. നീതു, ടിലിക്സ്, ജോബി എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ എല്ലാവരുടെയും പേര് എനിക്ക് ക്ലിയർ ആവുന്നില്ല. ക്വീൻസ് വ്ലോഗ് അതാരാണ്? ആളാണ് ആദ്യമായിട്ട് കമൻറ്റ് ചെയ്തത്. വെരി ഗുഡ്. സോ ഹോൾ നമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയില്ല എല്ലാവർക്കും? നമുക്കിനി അടുത്ത നമ്പറിനെ പറ്റി പഠിച്ചാലോ? ഇൻറ്റിജേഴ്സിനെ പറ്റി പഠിച്ചു നമ്മൾ. അപ്പോൾ ഇൻറ്റിജേഴ്സിന് വരുന്ന എക്സാമ്പിൾസ് എന്താണ്? നമുക്കൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. -4 -3 0 2 4 5 6 ഇങ്ങനെ ഒരു നമ്പേഴ്സ് തരികയാണെങ്കിലോ ഇതെന്താ? ഇത് ഇൻറ്റിജേഴ്സ് ആണ് അല്ലേ? അതിൽ നെഗറ്റീവ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, 0 വന്നിട്ടുണ്ട്, 2 4 5 6 അങ്ങനത്തെ പോസിറ്റീവ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം വരികയാണെങ്കിൽ ദാറ്റ് ഈസ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, സോ യെസ്. അപ്പോൾ ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹോൾ നമ്പേഴ്സിൻ്റെ ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫോർ ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇൻറ്റിജേഴ്സ് എന്താ ഞാൻ പറഞ്ഞത്? എന്താണ്? നെഗറ്റീവും പോസിറ്റീവും 0യും ഒരുമിച്ച് വരുന്ന നമ്പേഴ്സാണ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ നോർമലി നമ്മളൊരു ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്ട് ചെയ്യാനോ നിൽക്കുകയാണെങ്കിൽ സാധാരണ ലോവർ കേസസിൽ ഇൻറ്റിജേഴ്സ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ കാരണം നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യും, നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ആഡ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും അല്ലേ? അതുകൊണ്ട് നമുക്ക് എല്ലാ നമ്പേഴ്സും വേണം. അതുകൊണ്ട് ഇൻറ്റിജേഴ്സ് ആയിരിക്കും നമ്മൾ ഒരുപാട് ഉപയോഗിക്കുക കേട്ടോ ഇനി വരാവുന്ന ക്ലാസ്സസിലൊക്കെ. ഓക്കെ, സോ അപ്പോൾ ഇൻറ്റിജേഴ്സും കഴിഞ്ഞു. ഇനിയുള്ളത് ഏതാണ്? റേഷണൽ നമ്പേഴ്സ്. സോ എന്താണ് വേർഡ്സ് എന്ന് തന്നെ മനസ്സിലാക്കുക അല്ലേ? റേഷണൽ നമ്പേഴ്സ് എന്താണ്? റേഷണൽ നമ്പർ
any number that can be expressed as a fraction p by q. സോ ഞാൻ ക്വിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്ക് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ടേംസ് ഉണ്ട് അല്ലേ, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും അല്ലേ. അപ്പോൾ അതിൽ ഇവിടെ ഞാൻ പി ബൈ ക്യൂ എന്നാണ് ഇവർ തന്നിട്ടുള്ള ഫോർമാറ്റ്, പി ബൈ ക്യൂ. ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ഞാൻ എഴുതിയാൽ ഇതിൽ ന്യൂമറേറ്റർ ഏതാണ്, ഡിനോമിനേറ്റർ ഏതാണ്? ന്യൂമറേറ്റർ ഏതാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്താൽ മതി. പി ആണ് നിങ്ങൾക്ക് ന്യൂമറേറ്റർ ആയിട്ട് തോന്നുന്നതെങ്കിൽ പി എന്ന് കൊടുക്കുക. ഇനി ക്യൂ ആണ് നിങ്ങൾക്ക് ന്യൂമറേറ്റർ ആയിട്ട് ഇതിൽ തോന്നുന്നതെങ്കിൽ അത് ക്യൂ എന്ന് കൊടുക്കുക. അപ്പോൾ ഏതാണ് ഈ പി ബൈ ക്യൂ എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനിലത്തെ ന്യൂമറേറ്റർ? ഏതാണ് ഇതിലെ ന്യൂമറേറ്റർ? ഈ പി ബൈ ക്യൂ എന്ന് പറയുന്ന ഈ ഫ്രാക്ഷനിലത്തെ ന്യൂമറേറ്റർ ഏതാണെന്ന് എല്ലാവരും വേഗം ഒന്ന് കമന്റ് ചെയ്തേ. പി ആണോ ക്യൂ ആണോ? യെസ്. ഈ ക്വീൻസ് വ്ലോഗ് എന്ന യൂസർ നെയിം ഉള്ള ആളുടെ പേരെന്താ? ഫസ്റ്റ് എല്ലാതും ആളാണ് കമന്റ് ചെയ്യുന്നത്. വെരി ഗുഡ്. സോ പേരും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ, സോ ആരാണ് ക്യൂ കൊടുത്തേക്കണത്? ഞാൻ ചോദിച്ചത് ന്യൂമറേറ്റർ ആണ്. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മുകളിൽ എഴുതുന്നതാണ് ന്യൂമറേറ്റർ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ അത്? മുകളിൽ പി ബൈ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുകളിലുള്ളത് ന്യൂമറേറ്റർ ആൻഡ് താഴെ എഴുതുന്നതാണ് ഡിനോമിനേറ്റർ. വെരി ഗുഡ്. യെസ്, ആദിദേവ്. വെരി ഗുഡ് ആദിദേവ്. എല്ലാത്തിനും ക്വിക്ക് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും നല്ല അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക കേട്ടോ. നമുക്ക് 45 വ്യൂസ് ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ലൈക്സ് ഒന്നും വന്നിട്ടില്ല കേട്ടോ അധികം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും നമ്മുടെ ലൈവ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. യെസ്. നൗ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പി ബൈ ക്യൂ. അതായത് ഇപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്താണ്? ഫ്രാക്ഷണൽ നമ്പേഴ്സ്. അതായത് ഡിവിഷൻ ഫോമാറ്റിൽ എഴുതുന്ന ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുന്ന ഫ്രാക്ഷനും കൂടി ഉൾപ്പെടുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഷണൽ നമ്പേഴ്സ്. Got it? Any number that can be expressed as a fraction where p and q are integers. അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആണ്. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്ക് ഇതൊരു റേഷണൽ നമ്പർ ആകുമോ? ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇവിടെ കാണുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. -2/3 ഇതൊരു റേഷണൽ നമ്പർ ആണോ? -2/3 ഇതൊരു റേഷണൽ നമ്പർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെന്താ പറഞ്ഞിട്ടുള്ളത്? പിയും ക്യൂവും രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സ് ആണ്. ഡിഫറെന്റോ സെയിമോ വാട്ട് എവർ ഇറ്റ് ഈസ്, 2 നമ്പേഴ്സ് ആണ്. ഈ നമ്പേഴ്സ് ഇൻറ്റിജേഴ്സ് ആകണം എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പം ഞാനൊരു ഫ്രാക്ഷൻ അവിടെ എഴുതിയിട്ടുണ്ട്, -2/3. അതൊരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഓക്കെ മലയാളത്തിൽ പറയാലോ. ഓക്കെ, മലയാളത്തിൽ പറയാം കേട്ടോ. യെസ്. എന്താണ്? നമുക്ക് -2/3 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷണൽ, ഒരു റേഷണൽ നമ്പർ ഞാനവിടെ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഈ റേഷണൽ നമ്പേഴ്സിൻ്റെ ഉൾപ്പെടാൻ പറ്റുന്ന ഒരു നമ്പർ ആണോ? കാരണം അവിടെ മൈനസ് വന്നിട്ടുണ്ട്. എന്താ തോന്നണേ? യെസ്. ആരാ പറഞ്ഞേ? നോ എന്ന് ആരാ പറയണേ? അപ്പം എന്താ നമ്മുടെ കണ്ടീഷൻ റേഷണൽ നമ്പറിൻ്റെ? അതൊരു ഫ്രാക്ഷൻ ആയിട്ട് പി ബൈ ക്യൂ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന ഒരു നമ്പർ ആവണം. ആൻഡ് ഈ രണ്ട് നമ്പേഴ്സും ഇൻറ്റിജേഴ്സ് ആവണം. ഇൻറ്റിജേഴ്സിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? നെഗറ്റീവ് നമ്പേഴ്സ് ഇൻറ്റിജേഴ്സ് ആണോ? അപ്പം ഞാൻ ചോദിക്കുകയാണ്, -3, -4, -5 എന്ന് പറയുന്ന നെഗറ്റീവ് നമ്പേഴ്സ് ഇൻറ്റിജേഴ്സ് ആണോ അല്ലയോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? നെഗറ്റീവ് നമ്പേഴ്സ് ഇൻറ്റിജേഴ്സ് ആണ്. ഓക്കെ, നെഗറ്റീവ് നമ്പേഴ്സ് ഇൻറ്റിജേഴ്സ് ആണെന്നല്ലേ നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പം നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നതും ഇൻറ്റിജേഴ്സിൽ പെടുന്ന നമ്പേഴ്സ് ആണ്. സോ -2/3 എന്ന് ഞാൻ എഴുതിയാൽ അതൊരു റേഷണൽ നമ്പർ ആണ്. മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? യെസ്, എല്ലാവരും യെസ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ നോ പറഞ്ഞ ആൾക്കാർക്ക് അത് എന്തോ ക്ലിയർ ആവാത്തതുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പറയാം. എന്താണ് നമ്മൾ പറഞ്ഞത്? റേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതുന്ന ഒരു ന്യൂമറേറ്ററും ഒരു ഡിനോമിനേറ്ററും ഉള്ള നമ്പറാണ് റേഷണൽ നമ്പർ. ഓക്കെ, ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ത് തരത്തിലുള്ള നമ്പേഴ്സ് ആകണം? ഇൻറ്റിജേഴ്സ് ആകണം.
മനസ്സിലായോ? അപ്പൊ എന്തുകൊണ്ട് ഇൻഡിജേഴ്സ് ആവണമെന്ന് പറഞ്ഞത്? നാച്ചുറൽ നമ്പേഴ്സ് ആവണമെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ -2/3 എന്ന് എഴുതാൻ പറ്റുമോ? കാരണം -2 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൽ പെടുന്നതല്ല. മനസ്സിലായോ? അപ്പൊ ഇൻഡിജേഴ്സ് ആയിരിക്കണം പിയും ക്യൂവും, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻഡിജേഴ്സ് ആണെങ്കിൽ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്താ? ക്യൂ ഒരിക്കലും 0 ആകാൻ പാടില്ല. അതായത് ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. അതായത് ഞാൻ ഇങ്ങനെ ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ അത് റേഷണൽ നമ്പർ അല്ല. മനസ്സിലായോ? നമ്മുടെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള ക്യൂ ഒരിക്കലും 0 ആകാൻ പാടില്ല. അപ്പൊ എന്തൊക്കെയാണ് റേഷണൽ നമ്പേഴ്സിന്റെ കണ്ടീഷൻസ്? ഒന്ന്, അതൊരു p/q എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതാൻ പറ്റണം. അതായത് പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കണം. ആൻഡ് നമുക്ക് ക്യൂ ഒരിക്കലും 0 ആകരുത്. ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. അപ്പൊ അതാണ് നമ്മുടെ കണ്ടീഷൻ. മനസ്സിലായോ? അപ്പൊ p/q എന്നുള്ള ഫോർമാറ്റിലായിരിക്കണം. പിയും ക്യൂവും നെഗറ്റീവ് നമ്പേഴ്സ് ആയാൽ കുഴപ്പമില്ല, പോസിറ്റീവ് നമ്പേഴ്സ് ആയാലും കുഴപ്പമില്ല. പക്ഷേ എന്ത് വരാൻ പാടില്ല? ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആകാൻ പാടില്ല. സോ ഈ കണ്ടീഷൻസ് ആണ് നമുക്ക് റേഷണൽ നമ്പേഴ്സിന് ഉള്ളത്. അപ്പൊ കുറച്ച് റേഷണൽ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാല് യെസ് ഓക്കെ. ഈ മലയാളം ചോദിക്കുന്നത് റേഷണൽ നമ്പേഴ്സിന്റെ മലയാളമാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഇങ്ങനത്തെ ഒരു വേർഡ്സിന്റെ മലയാളമാണോ? അതങ്ങനെ തന്നെയല്ലേ നമുക്ക് പ്രൊനൗൺസ് ചെയ്യാം. റേഷണൽ നമ്പർ, ഇൻഡിജേഴ്സ്, പിന്നെ എന്താ ഹോൾ നമ്പർ, നാച്ചുറൽ നമ്പർ, അങ്ങനെ തന്നെയല്ലേ പറയാം. ഓക്കെ, ഞാൻ കൂടുതൽ മലയാളം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, സോ ഇപ്പൊ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായോ? റേഷണൽ നമ്പേഴ്സ് വരെ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ, മലയാളം. ലെറ്റ് മീ ചെക്ക്. ആർക്കെങ്കിലും ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ വേർഡ്സിന്റെ മലയാളം അറിയോ? ജസ്റ്റ് അത് ഞാൻ ഓർക്കുന്നില്ല. കുഴപ്പമില്ല കേട്ടോ. ഞാനപ്പോൾ എന്ത് ചെയ്യാം, കൂടുതലും ഇതിൻ്റെയൊക്കെ മലയാളം ടേംസും കൂടെ നമുക്കിനി ഉൾപ്പെടുത്താം. ഓക്കെ, ഞാനപ്പോൾ ഓരോ പെർട്ടിക്കുലർ ടേംസിൻ്റെയും മലയാളം ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്കിനി എല്ലാ ടേംസിൻ്റെയും മലയാളം കൂടെ നമുക്കിനി തൊട്ട് ഉൾപ്പെടുത്താം. അപ്പം മുകളിൽ എഴുതുന്ന നമ്പറിനെയാണ് നമ്മൾ ന്യൂമറേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ആ താഴെ എഴുതുന്ന നമ്പറിനെയാണ് ഇപ്പോൾ നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലുള്ള നമ്പർ ന്യൂമറേറ്റർ, താഴെ എഴുതുന്ന നമ്പർ ഡിനോമിനേറ്റർ. ഓക്കെ, എന്താണ് എഴുതുന്നത്? അംശം, അതാണോ ഉദ്ദേശിച്ചത് ആദിദേവ്? സോ ചാറ്റ് ബോക്സിൽ ആദിദേവ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, സോ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത നമ്പറും കൂടി പറഞ്ഞാൽ നമ്മുടെ ഈ ടോട്ടൽ നമ്പേഴ്സിന്റെ ടൈപ്സ് അവസാനിച്ചു. ഓക്കെ, സോ അടുത്ത നമ്പർ ഏതാണ്? ഓക്കെ ഓക്കെ ഓക്കെ, ഐ വിൽ കൺസിഡർ ചെയ്യാം, പ്രശ്നമില്ല. മലയാളം മീഡിയം നമുക്ക് എല്ലാതും മലയാളത്തിനും കൂടി നമുക്ക് ഇനി തൊട്ട് ആഡ് ചെയ്യാം. ഓക്കെ, സോറി, ഇന്നിപ്പോൾ ഞാൻ ആ ഓരോ പെർട്ടിക്കുലർ വേർഡ്സിൻ്റെ മലയാളം ജസ്റ്റ് അറിയാമായിരുന്നു, ബട്ട് അത് ഓർമ്മ വരുന്നില്ല. അംശം, ചാതം, അങ്ങനെ എന്തോ ആണ് ഇപ്പോൾ ആദിദേവ് പറയുന്നത്. ലെറ്റ് മീ ചെക്ക് ഇറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ലാസ്റ്റ് ഉള്ളത് ഏതാണ്? ഇനി ഇറേഷണൽ നമ്പേഴ്സ്. അപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു? 1 തൊട്ട് അങ്ങോട്ടുള്ള നമ്പേഴ്സ് പറഞ്ഞു. ഇനി അതിൻ്റെ കൂടെ 0 വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേര് ഹോൾ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇനി എന്താണ്? ഇൻഡിജേഴ്സ് പറഞ്ഞു. അതായത് പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും 0യും ഒരുമിച്ച് പറയുന്ന പേരാണ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞു. ഇനി ഇതെല്ലാം കൂടി കൂട്ടി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എല്ലാതും ഒരുമിച്ച് റേഷണൽ അല്ലെങ്കിൽ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ എഴുതുന്നതാണ് റേഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ഇനിയുള്ളത് ഇറേഷണൽ നമ്പേഴ്സ്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇതൊക്കെ അല്ലാതെ ഇനി വേറെ ഏത് നമ്പറല്ലേ? നമ്മൾ പോസിറ്റീവ് പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു, പിന്നെ 0 പറഞ്ഞു, ഇനി ഇതിൻ്റെ ഫ്രാക്ഷൻ്റെ രൂപത്തിൽ പറഞ്ഞു. ഇതും അല്ലാതെ ഇനി വേറെ ഏത് നമ്പറല്ലേ അല്ലേ? അതാണ് എന്ത്? റൂട്ട്സ് ഒക്കെ ഉള്ള നമ്പേഴ്സ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ,
ഞാനപ്പോൾ ഈ ഇംഗ്ലീഷിൽ മനസ്സിലാകാത്ത ആൾക്കാർക്ക് ഞാൻ എഴുതി കാണിക്കാം. മീൻസ് ഇപ്പം ഇങ്ങനെ 1 മിനിറ്റ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ എല്ലാവരും. ഇങ്ങനെ റൂട്ട്സ് എഴുതില്ലേ, റൂട്ട് എന്ന് പറയില്ലേ നമ്മൾ, അതിനെന്താ പറയാ മലയാളത്തില്? യെസ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ? നാച്ചുറൽ, ഹോൾ, ഇൻറ്റിജർ, റേഷണൽ ഒക്കെ പറഞ്ഞു. ഇനി ലാസ്റ്റ് പറയണത് ഇറേഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഇറേഷണൽ നമ്പേഴ്സ്, സോറി, ഇറേഷണൽ അല്ലെങ്കിൽ റേഷണൽ, ആ വേർഡ്സിൻ്റെ പെർഫെക്റ്റ് മലയാളം ഞാനിപ്പോൾ പറഞ്ഞിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്കും ആകെ കൺഫ്യൂഷൻ ആവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ മലയാളം വേർഡ്സ് കറക്റ്റായിട്ട് ഇപ്പോൾ പറയാത്തത്. പ്രശ്നമില്ല, ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യുമ്പോൾ മലയാളം വേർഡ്സും കൂടി ആഡ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്നും കൂടി മനസ്സിലാകും. ഓക്കെ, അല്ല ഇതിൽ തന്നെയാണ്, പ്രശ്നമില്ല. നമുക്ക് ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷും കൂടി ആഡ് ചെയ്തിട്ടുള്ള രീതിയിൽ ഷെയർ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ക്ലാസ് കേട്ടതും അതൊന്നും മനസ്സിലാവണതിൽ കറക്റ്റ് മനസ്സിലാവും. ക്ലിയർ ആണോ? നമുക്കപ്പോൾ ഈ റേഷണലിനെ പറ്റിയും കൂടി ഒന്ന് പഠിച്ചാലോ? ഞാൻ ഈ എല്ലാ നമ്പേഴ്സിൻ്റെയും, അപ്പോൾ റിയൽ നമ്പർ, നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, അതിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് മലയാളം കൂടി ഞാൻ ആ PPTയിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടും. ഓക്കെ ആണോ? കാണുന്നില്ല? ഏതാ റൂട്ട് എഴുതിയതാണോ കാണാത്തത്? യെസ്. ഓക്കെ, യെസ്. ഓക്കെ, സോ നമുക്കപ്പോൾ ഇറേഷണലും കൂടി ഒന്ന് പറഞ്ഞാലോ? ഓക്കെ, യെസ്. ഓക്കെ, അപ്പം ഞാനെന്താ പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ നാച്ചുറൽ പഠിച്ചു, അതായത് 1 തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ നമ്പറിനെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് നാച്ചുറൽ നമ്പർ. അതിൻ്റെ മലയാളം കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്സ് സെൻഡ് ചെയ്ത് തരാം. ആൻഡ് 0 കൂടി അതിൻ്റെ കൂട്ടത്തിൽ വരികയാണെങ്കിൽ അതാണ് ഹോൾ നമ്പർ. ഇനി നെഗറ്റീവും കൂടെ വരികയാണെങ്കിൽ ഇൻറ്റിജർ. ഇതിനെ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുന്ന ഇൻറ്റിജേഴ്സിനെ പറയണതാണ് റേഷണൽ നമ്പർ. ഇനി ഫ്രാക്ഷനായി എഴുതാൻ സാധിക്കാത്ത നമ്പേഴ്സ് ആണ് ഇറേഷണൽ നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് ഫ്രാക്ഷൻ, അതായത് അംശം ആൻഡ് പാദം, അതായത് തോന്നുന്നു അതിൻ്റെ കറക്റ്റ് വേർഡ്സ്, അംശവും പാദവുമായിട്ട് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറേഷണൽ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്തായിരിക്കും? യെസ്, ഓക്കെ, ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് എഴുതുന്നുണ്ട്, ഒന്ന് എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. √2 നമ്മളെങ്ങനെയാ റൂട്ട് എങ്ങനെ കാണുക? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. 25ൻ്റെ റൂട്ട് എത്രയാ? റൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഗണം. അതെ, 25ൻ്റെ ഈ റൂട്ട് അല്ലെങ്കിൽ ഗണം എത്രയാണ്? ആർക്കാ പറയാൻ പറ്റുക? ഒന്ന് വേഗം ഒന്ന് ചാറ്റിൽ ഇട്ടെ. 25ൻ്റെ റൂട്ട് അല്ലെങ്കിൽ ഗണം എന്താണ്? നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ് അല്ലേ? അതിൻ്റെ ഒന്ന് എല്ലാവരും വേഗം ഒന്ന് ഗ്രൂപ്പിൽ ചാറ്റിലിട്ടെ. യെസ്, 5. വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് 5 ആണ്. അതാണ് അപ്പോൾ റൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് റൂട്ട് എന്നുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ വാല്യൂ കറക്റ്റ് അറിയുന്ന ഗണങ്ങളുണ്ട്, അതായത് റൂട്ട്സ് ഉണ്ട്. 25ൻ്റെ നമുക്കറിയാം, 36ൻ്റെ അറിയാം 6 ആണ്, 49ൻ്റെ അറിയാം 7 ആണ്. പക്ഷെ നമുക്ക് അറിയാത്ത വാല്യൂസും ഇല്ലേ? 2ൻ്റെ റൂട്ട് എത്രയാ അല്ലെങ്കിൽ ഗണം എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 2. അതൊരു റൂട്ട് എന്ന് പറയുന്നത് എന്താ? 2 നമ്പേഴ്സും കൂടി ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 5, 5 ഗുണിക്കണം 5 ആണ് 25. അതുകൊണ്ടാണ് നമുക്ക് 25ൻ്റെ കണെടുത്തപ്പോൾ 5 എന്നുള്ളത് ഉത്തരം കിട്ടിയത്. അതുപോലെ 7 ഗുണിക്കണം 7 ആണ് 49. അപ്പം 49ൻ്റെ റൂട്ട് അല്ലെങ്കിൽ ഗണെടുത്ത് നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. പക്ഷേ 2, 3, 5, 6 അങ്ങനത്തെ നമ്പേഴ്സ് ഒന്നും അങ്ങനെ സെയിം 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഗുണിച്ചിട്ടല്ല നമുക്ക് കിട്ടുന്നത് അല്ലേ? അതുകൊണ്ട് അതെ, അതാർക്കും നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല. സോ
അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു റൂട്ട് 2 അല്ലെങ്കിൽ റൂട്ട് ഗണം 2 എന്ന് പറയുന്ന നമ്പറിനെ നമുക്കൊരു ഫ്രാക്ഷനായിട്ട് ഈ മുകളിൽ അംശവും പാദവുമായി അങ്ങനെ എഴുതാനും പറ്റില്ല. മനസ്സിലായോ? അങ്ങനെ ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സാണ് ഈ റേഷണൽ നമ്പർ. ഓക്കെ, ഇപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയോ? നമുക്ക് 2/3 അല്ലെങ്കിൽ 4/5 അങ്ങനെ ഒരു ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതാൻ പറ്റാത്ത നമ്പറുകളാണ് എന്ത്? ഈ റേഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഞാനൊരു കാണിച്ചു തരാം. അപ്പോൾ റൂട്ട് 2 എന്നുള്ളത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. റൂട്ട് 2 അല്ലെങ്കിൽ 2ന്റെ ഗണം എന്ന് പറയുന്നത് ഐ ഗസ് ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് തോന്നുന്നു. ഷുവർ, യെസ്. അപ്പോൾ ഇങ്ങനൊരു വാല്യൂ നമുക്ക് ഏതെങ്കിലും 2 നമ്പേഴ്സിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ഹരിച്ചാൽ കിട്ടില്ല. 2/3 അല്ലെങ്കിൽ 4/5 അല്ലെങ്കിൽ 6/7 എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ കറക്റ്റ് 1.44 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ ഗണം 2 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റാത്തത്. മനസ്സിലായോ? അപ്പോൾ ഏതൊക്കെ നമ്പറിനെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല ആ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. These are numbers that cannot be expressed as fraction of 2 integers. ഏതെങ്കിലും 2 ഇൻറ്റിജർ വാല്യൂ, അതായത് ഏതെങ്കിലും നെഗറ്റീവ് നമ്പറിൻ്റെയും പോസിറ്റീവ് നമ്പറിൻ്റെയും ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ 2 പോസിറ്റീവ് നമ്പറുകളുടെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല. 2 നെഗറ്റീവ് നമ്പറുകളുടെയും ഇങ്ങനെ PQ അല്ലെങ്കിൽ മുകളിൽ ഒരെണ്ണം താഴെ ഒരെണ്ണം അങ്ങനെ എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതാൻ പറ്റാത്ത നമ്പറുകളെയാണ് ഈ റേഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നോ എന്ന് കമൻറ്റ് ചെയ്യാം. ക്ലിയർ അല്ലാത്തവരെല്ലാവരും ഒന്ന് നോ എന്നൊന്ന് വേഗം കമൻറ്റ് ചെയ്താൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് പറയാം. ക്ലിയർ ആയിട്ടുള്ള ഒരു യെസ് എന്ന് കൊടുത്തോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ നമ്പറാണ് പഠിച്ചത്? ഇപ്പോൾ നാച്ചുറൽ പഠിച്ചു, ഹോള് പഠിച്ചു. ആർക്കാണ് മനസ്സിലാവാത്തത്? യെസ്, കുറച്ച് പേർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ നാച്ചുറൽ നമ്പർ പഠിച്ചു അല്ലേ? 1 തൊട്ട് എണ്ണാൻ പറ്റുന്ന എല്ലാ നമ്പറുമാണ് നാച്ചുറൽ നമ്പർ. ഹോൾ നമ്പർ പറഞ്ഞു, അതിൻ്റെ കൂട്ടത്തിൽ 0 കൂടി വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ ഹോൾ നമ്പർ എന്ന് പറയും. ഇനി നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും 0യും ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇൻറ്റിജർ എന്ന് പറയും. ഇനി ഒരു നമ്പർ മുകളിലും ഒരെണ്ണം താഴെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അത് എന്ത് തരം നമ്പർ? ആ ന്യൂമറേറ്റർ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. ഇനി ഡിനോമിനേറ്റർ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. 0 ആവരുത്. എന്ത്? ഡിനോമിനേറ്റർ 0 ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അംശം പാദം 0 ആകരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയുള്ളതിന് നമ്മൾ റേഷണൽ എന്ന് പറഞ്ഞു. ഇനി ഇതും അല്ലാതെ ബാക്കിയുള്ളവരുടെ നമ്പറാണ് ഇറേഷണൽ. അതെന്താണ്? നമുക്ക് അങ്ങനെ 2 നമ്പറുകളുടെ ഡിവിഷൻ ഹരണമായിട്ട് നമുക്ക് അതിനെ എഴുതാൻ പറ്റില്ല. അപ്പം എന്താണ്? ഞാൻ എന്താ ഈ പേജിലൊന്ന് എഴുതുന്നുണ്ട് കേട്ടോ, ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണേ. അപ്പം ഞാൻ എന്താ പറഞ്ഞത്? ഇപ്പം 3/4 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതൊരു റേഷണൽ നമ്പറാണ് അല്ലേ? അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റി? ഇതും ഒരു ഇൻറ്റിജറാണ്, ഇതും ഒരു ഇൻറ്റിജറാണ്. 2 ഇൻറ്റിജേഴ്സിൻ്റെ ഹരിക്കുന്ന രീതിയിൽ എനിക്കിതിനെ എഴുതാൻ പറ്റി. അതുകൊണ്ട് ഇതിനെ റേഷണൽ നമ്പർ എന്ന് പറയും. ഇനി ഈ റേഷണൽ എന്ന് ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ √3. അപ്പോൾ ഇതിൻ്റെ ഏകദേശം വാല്യൂ ഇതാണ് വരുന്നത് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പൈ എന്ന് പറയുന്ന നമ്പറിൻ്റെ വാല്യൂ അറിയോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്, പൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് നമ്പേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നമ്പറുകൾ എനിക്ക് 2 നമ്പറുകളുടെ ഡിവിഷനായിട്ട് ഹരണമായിട്ട് എഴുതാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? ഏതൊക്കെ നമ്പർ ഞാൻ ഡിവൈഡ് ചെയ്ത് എഴുതാലും ഇപ്പം 4/5 എഴുതിയാലും എനിക്കിവിടെ 1.73 കിട്ടില്ല. അല്ലെങ്കിൽ 5/6 എഴുതിയാലും എനിക്ക് കിട്ടില്ല ഈ വാല്യൂ. അല്ലെങ്കിൽ ഞാൻ -2/4 എന്ന് എഴുതിയാലും എനിക്ക് ഈ വാല്യൂ കിട്ടില്ല. അപ്പം ഈ വാല്യൂ എനിക്ക് കിട്ടണമെങ്കിൽ എങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല? ഞാൻ എത്ര നമ്പറിനെയും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ആയിട്ട് എഴുതിയിട്ടും ഒരു കാര്യമില്ല, എനിക്ക് ആ നമ്പർ കിട്ടില്ല. മനസ്സിലായ? അപ്പം അങ്ങനെ എങ്ങനെയൊക്കെ ഹരിക്കുന്ന രീതിയിൽ എഴുതിയാലും കിട്ടാത്ത നമ്പറുകളാണ്
ഇറേഷണൽ നമ്പർ. മനസ്സിലായോ? അപ്പം അതിനുള്ള എക്സാമ്പിൾസ് ആണ് പൈയുടെ വാല്യൂ 3.14 ആണ് വാല്യൂ. ആ വാല്യൂ നമുക്ക് ഏതൊക്കെ നമ്പർ എങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹരിച്ച് നോക്കിയാലും 3.14 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പൈ എന്ന് പറയുന്നതിനെ ഇറേഷണൽ നമ്പർ ആയിട്ട് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ 3.14 എന്ന് പറയുന്ന വാല്യൂവിനെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിന്റെ ഡിവിഷൻ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിനെ ഇറേഷണൽ നമ്പർ പറയുന്നത്. അതായത് ഫ്രാക്ഷൻ ആയിട്ട് രണ്ട് നമ്പറുകളുടെ ഹരണ രീതിയിൽ എഴുതാൻ പറ്റാത്ത നമ്പറുകളാണ് ഇറേഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇപ്പൊ ഒരു ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? യെസ് യെസ് യെസ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. സോ നമ്മളപ്പോൾ എല്ലാ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ഞാൻ വീണ്ടും അതിന് പറയുന്നില്ല, കുറേ ആയി ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി കേട്ട് നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ നമ്മൾ എല്ലാ ടൈപ്സ് ഓഫ് നമ്പേഴ്സും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ഇനി എന്താ പറയാൻ പോണേ? ഓപ്പറേഷൻസ്. പക്ഷേ ഈ ഭാഗം നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും അല്ലേ? എന്തുകൊണ്ടാ? അഡീഷൻ നമ്മൾ ചെയ്യാത്ത കാര്യമില്ലല്ലോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ഇതെല്ലാതും നമുക്ക് വളരെ എളുപ്പമുള്ള ഭാഗങ്ങളാണ്. പക്ഷെ എപ്പോഴാണ് പ്രശ്നം വരിക? ഇപ്പോൾ എബൌട്ട് 9 രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടിയിട്ട് എബൌട്ട് 9 വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നമ്പറെ അവിടെ വൺസിന്റെ പ്ലേസിൽ അവിടെ ഇടാൻ പാടുള്ളൂ. ബാക്കി നമ്മൾ അപ്പുറത്തേക്ക് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കൂട്ടണം. അങ്ങനത്തെ ചില ട്രിക്കുകൾ വരുമ്പോൾ ചിലവർക്ക് മാത്രം, എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരും അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ബേസിക്സിൽ ഇപ്പോൾ ഈ അഡീഷനും സബ്സ്ട്രാക്ഷനും കൂടി ഒന്ന് ആഡ് ചെയ്യണത്. അല്ലാതെ അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയണതാണ്. പിന്നെ സബ്സ്ട്രാക്ഷൻ എവിടെയാണ് പ്രശ്നം വരിക? കടം കൊടുക്കല് അല്ലേ? അതെല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഈ കടം കൊടുക്കണ പരിപാടി എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ. അവിടെയാണ് നമുക്കൊക്കെ തെറ്റാനുള്ള സാധ്യത അല്ലേ? ഈ കടം കൊടുക്കുക, 8ൽ നിന്ന് 9 കുറയ്ക്കുക എന്നാണ് നമ്മൾ എഴുതിയിടുക. അപ്പോൾ അതേ 8ൽ നിന്ന് എങ്ങനെയാ 9 കുറയ്ക്കുക? അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് കടം കൊടുത്തിട്ടൊക്കെ ചെയ്യണം അല്ലേ? ആ ഭാഗം വരുമ്പോൾ എല്ലാവർക്കും കടം കൊടുക്കില്ല. അപ്പോൾ ആ സബ്സ്ട്രാക്ഷൻ്റെ ആ നമ്പറുകൾ വലുതാവണതിനനുസരിച്ച് എല്ലാവർക്കും ഒരു മടുപ്പായിരിക്കും അത് ചെയ്യാൻ. ഇത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം കൂടി ആഡ് ചെയ്യുന്നത്. പിന്നെ വരണ പ്രശ്നമാണ് ഗുണനം, മൾട്ടിപ്ലിക്കേഷൻ, ഗുണന പട്ടിക, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. അതും ചിലർതാ സിമ്പിളാന്നൊക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്. അത് എല്ലാവർക്കും സിമ്പിൾ ആണെങ്കിൽ നമുക്ക് അത്ര എളുപ്പം. ഇനി അല്ല, സിമ്പിൾ ഇല്ലാത്ത ആൾക്കാരെയും കൂടെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അവരെയും കൂടെ നമുക്ക് പഠിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ഈ പരീക്ഷയ്ക്ക് റെഡി ആവണ്ടേ? അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളും പഠിക്കാനുണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും അല്ലെങ്കിൽ ഗുണന പട്ടികയിലും വലിയ വലിയ നമ്പേഴ്സിൻ്റെ ഗുണനം വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം. 5 വരെയൊക്കെ പ്രശ്നമില്ലാണ്ട് പോകും. 6, 7, 8 ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെയും കുറച്ച് പ്രശ്നമാണ്. ഓക്കെ. ആൻഡ് ഡിവിഷൻ, ഹരണം മൊത്തത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. കാരണം എന്താ, അവിടെ കുറേ വേർഡ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? കോഷ്യൻ റിമൈൻഡർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല, മലയാളംകാരനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമുക്ക് അഡീഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ്, ആൻസറുകൾ പെട്ടെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഒന്നാമത്തെ ഏതാണ് നോക്കിയെന്ന്? 15 + 99. അതിൻ്റെ വാല്യൂ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ചാറ്റിലിട്ടെ. യെസ്, കുറേ പേർക്കൊക്കെ ഈസി പീസി ആണെന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഈസി യെസ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആണെങ്കിൽ നമുക്കെന്നാൽ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ഭാഗങ്ങൾ തുടങ്ങാം അടുത്ത ക്ലാസ്സിൽ. എന്ത് പറയണു? നമുക്കപ്പോൾ ഈ അഡീഷൻ സബ്സ്ട്രാക്ഷനൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് കുറച്ചും കൂടി വലിയ വലിയ ഭാഗങ്ങൾ പഠിച്ചാലോ? ഓക്കെ. സോ ഇതിൻ്റെ വേഗം എല്ലാവരും ഒന്ന് ഇതിൻ്റെ ഫസ്റ്റത്തെ ഉണ്ട് 15 + 99. അപ്പോൾ ഇത് ഞാനിപ്പോൾ എന്തിനത് ചെയ്യാൻ പറയണത് നിങ്ങളോട്? യെസ്, ആദിദേവ് ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാവരും വേഗം പറയൂ. എന്തിനാ ഇപ്പോൾ ഇത് ചെയ്യാൻ പറഞ്ഞത്? നമുക്ക് സ്പീഡ് വേണം അല്ലേ? സ്പീഡാണ് വേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് സ്പീഡ് വേണം, പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അതിന് നമുക്ക് ക്ലാസ്സസിൽ ഇങ്ങനത്തെ ചെറിയ വർക്ക്ഷീറ്റ്സ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് സ്പീഡ് കിട്ടും. അപ്പോൾ ഒരാൾ പറഞ്ഞു, അപ്പോൾ എനിക്ക് വേഗം പറയണം എന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് പഠിക്കും. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എത്രയാണ് ആൻസർ ഫസ്റ്റ് എത്തേണ്ടേ? നമ്മളെന്താ ചെയ്തേ? 9 + 5. അപ്പോൾ എന്താ 14 കിട്ടി. 4
നമ്മളിവിടെ എഴുതി. ആൻഡ് ബാക്കി 1 10 പോയി. 9 + 1 10, 1 11, 114. യെസ്, അത് നമുക്ക് ആദ്യമാണ് ആദ്യത്തെ ആൻസർ പറഞ്ഞത്. വെരി ഗുഡ്. യെസ്, ഓക്കെ. സോ നെക്സ്റ്റ് എന്താ? നെക്സ്റ്റിൻ്റെ ആൻസർ ഒന്ന് പറയൂ എല്ലാവരും, വേഗം പറഞ്ഞു. 52 + 78 എത്രയാ? അപ്പം എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ക്ലാസ്സസിലൊക്കെ കയറുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. സോ അടുത്തതിൻ്റെ ആൻസർ പറഞ്ഞോളൂ. 52 + 78. ഓക്കെ, അപ്പം അത് നമ്മൾ ആരാണ് ആദ്യം പറഞ്ഞത്? യെസ്, 130 എന്നാണ് എല്ലാവരും ആൻസർ പറയുന്നത്. എല്ലാവർക്കും അതാണോ കിട്ടിയത്? യെസ്, അതാണ് കറക്റ്റ് ആൻസർ. അതും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആദിദേവിത ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്യുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് പേര്. യെസ് യെസ്, ഒരുപാട് പേര് ഇത് കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രോബ്ലംസിൻ്റെയും ആൻസേഴ്സ് പറയുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ഞാനിതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വർക്ക്ഷീറ്റ് ഇവിടെ ആഡ് ചെയ്തത്. നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്പീഡും നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ആർക്കെങ്കിലും അഡീഷൻ്റെ ഭാഗത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആർക്കും ഇല്ലല്ലോ, അഡീഷൻസിൻ്റെ ഭാഗത്ത് ആർക്കും ഒരു സംശയമില്ല. അഡീഷനൊക്കെ എല്ലാവരും പക്കയായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അതും പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. നൗ അപ്പം ഞാൻ ബാക്കി എല്ലാതും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. ഞാനിത് PPT ഷെയർ ചെയ്യുമ്പോൾ വർക്ക്ഷീറ്റിലുള്ള ബാക്കി എല്ലാ പ്രോബ്ലംസും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, സോ വെരി ഗുഡ്. എല്ലാവരും നീതു, ബാബുരാജ്, വിനോദ്, എല്ലാവരും. സോറി, ഞാൻ ചിലപ്പോൾ ഈ പറയുന്ന നെയിംസ് നിങ്ങളുടെ നെയിംസ് ആകില്ല. ഇതിലുള്ള നെയിംസാണ് എനിക്ക് കാണുന്നുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ആരെയാണ് പറയുന്നതെന്ന്. ഓക്കെ, സോ എല്ലാവരും അപ്പോൾ അഡീഷൻസിൽ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. വെരി ഗുഡ്. സോ നമുക്ക് സബ്സ്ട്രാക്ഷൻ്റെ ഒരു വർക്ക്ഷീറ്റും കൂടി കാണാം. അപ്പോൾ ഇതാണ് അഡീഷൻ്റെ വർക്ക്ഷീറ്റ്. ഇതിൽ ആൻസേഴ്സ് ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ആൻസേഴ്സ് നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്തിട്ട് പിന്നെ ആൻസേഴ്സ് നോക്കുക ശരിയാണോ അല്ലയോ എന്നറിയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു 3 ഡിജിറ്റ്സിൻ്റെയും കൂടി ഒരു ചെയ്യാനുണ്ട്. 3 ഡിജിറ്റ്സിൻ്റെയും നമുക്ക് എളുപ്പമല്ലേ, കാരണം എല്ലാതും ചെറിയ ചെറിയ നമ്പേഴ്സാണ്. 3 ഡിജിറ്റ്സും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. ഫസ്റ്റത്തെ എല്ലാവരും ഒന്ന് വേഗം ആൻസർ ചെയ്തിട്ട് പറഞ്ഞേ. 224 + 333 224 + 333. അതിൻ്റെ ആൻസർ ഒന്ന് വേഗം പറഞ്ഞാൽ നമുക്ക് സബ്സ്ട്രാക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിർത്താം. എത്രയായിരിക്കും? അഡീഷൻ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. സബ്സ്ട്രാക്ഷനിലേക്ക് നമ്മൾ പോയിട്ടില്ല, അഡീഷൻ തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 224 + 333 എത്രയാണ് ആൻസർ വരിക? ഒരു 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കുമല്ലോ. എത്രയാണ് ആൻസർ? ഓക്കെ, ഓരോരുത്തർ നെയിം കമൻറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. 557. യെസ്, ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. സോ ആദിദേവ്, ഷീമ, പിന്നെ ലൈക്ക് ഇറ്റ് എന്ന പേരുള്ള ആൾ, ആൻഡ് യുധി, സിജോ, എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ എല്ലാവർക്കും 2 ഡിജിറ്റ്സ് ആയാലും 3 ഡിജിറ്റ്സ് ആയാലും അഡീഷൻ ഒരു പ്രശ്നമില്ല. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം സബ്സ്ട്രാക്ഷനും കൂടെ കാണാം. അപ്പം എന്താ സബ്സ്ട്രാക്ഷൻ്റെ അവസ്ഥ? ഫസ്റ്റത്തെ ഒന്ന് വേഗം ചെയ്തെല്ലാവരും. 71 - 49 71 - 49. അതും കൂടി ഒന്ന് വേഗം ചെയ്തെല്ലാവരും. ഒന്ന് വേഗം ചെയ്തോ. ഇവിടെ നെഗറ്റീവാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. ഇതൊന്ന് വേഗം ചെയ്തോ എല്ലാവരും. സബ്സ്ട്രാക്ഷൻ ആണ് കേട്ടോ. നമ്മൾ അഡീഷൻ കഴിഞ്ഞു. അഡീഷൻ നിങ്ങളെല്ലാവരും ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, ആർക്കും ഒരു സംശയമില്ല. സോ നമ്മൾ സബ്സ്ട്രാക്ഷനിലേക്ക് വന്നു. ആൻഡ് നമ്മുടെ കടം കൊടുക്കുന്ന പരിപാടിയാണ് ആദ്യം തന്നെ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് വേഗം ഒന്ന് ബോറോ ചെയ്തിട്ട് കറക്റ്റ് ആൻസർ ഒന്ന് പറഞ്ഞേ വേഗം. 71 - 49. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് തന്നെ പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, സോ ഓക്കെ, എല്ലാവരും ആൻസേഴ്സൊക്കെ പറഞ്ഞു തുടങ്ങി. എത്രയാണ് ആൻസർ?
എത്രയാണ് ആൻസർ വന്നത്? എല്ലാവരും കമൻറ്റ് ചെയ്യൂ, എല്ലാവരും കമൻറ്റ് ചെയ്യണം. നമുക്ക് എല്ലാവരും ആക്റ്റീവായിട്ട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെ പറയണത് നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ കേട്ടാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? നമുക്ക് രണ്ട് ഇതായിട്ടും ഇൻറ്ററാക്ട് ചെയ്ത് പോയാലാണ് നമുക്ക് ക്ലാസ് ഒരു ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ. അപ്പോൾ എല്ലാവരും വേഗം പറഞ്ഞോ ആൻസർ. ഫസ്റ്റത്തെ ആൻസർ എന്താ? 22 എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ് 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 ഓൾമോസ്റ്റ് എല്ലാവരും 22 കമൻറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പോൾ ചിലർക്കൊക്കെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഞാൻ പറയണുണ്ടല്ലോ. ഓക്കെ അല്ലേ? നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്തേ? ഇവിടെ 1 ആണ്. 1-ൽ നിന്ന് പോയില്ല. അപ്പം നമ്മൾ ഇവിടെ 10 എന്ന് എഴുതി. ഇവിടെ എന്താവും? 6 ആവും അല്ലേ? അപ്പോൾ 10-ൽ നിന്ന് 9 പോയാൽ എന്താവും? ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടോ എന്തെങ്കിലും? സോറി 11 ആകും ഇവിടെ. 11-ൽ നിന്ന് 9 പോയാൽ നമുക്കിവിടെ 2 വന്നു. 6-ൽ നിന്ന് 4 പോയാൽ നമുക്കിവിടെ 2 വന്നു. അങ്ങനെയാണല്ലേ നമ്മളിവിടെ 22 കിട്ടിയത് അല്ലേ? അപ്പോൾ അത് ആർക്കും സംശയമില്ലല്ലോ. 22 യെസ്. അപ്പോൾ രണ്ടാമത്തെ എങ്ങനെ വരിക? ഇവിടെ നോക്കൂ, ഇവിടെ 6 ആണ്. അപ്പോൾ അതെന്താകും? 16 ആകും. ഇവിടെ നമുക്ക് 5 ആകും. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? രണ്ടാമത്തെ ആൻസർ യെസ്. നീത്തു കമൻറ്റ് ചെയ്തിട്ടുണ്ട് 7. ഓക്കെ. അപ്പോൾ ആരും ഇവിടെ ഇരുന്ന് വീണ്ടും ആഡ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? സബ്സ്ട്രാക്ഷൻ ആട്ടോ നമ്മൾ ചെയ്യണത് ഇപ്പോൾ. അപ്പോൾ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ സബ്സ്ട്രാക്ഷൻ്റെ ചെയ്യോ 7 ആണ് ആൻസർ വരിക കേട്ടോ. 7 യെസ് 7 ആണ് ആൻസർ വരുന്നത്. എങ്ങനെയാണ് അത് 7 വന്നത്? നമ്മൾ 6-ൽ നിന്ന് നമുക്ക് 9 സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് 16 ആയി. അപ്പോൾ ഇവിടെ നിന്ന് 6 എന്നുള്ളതിൻ്റെ ഒരു എണ്ണം ഇങ്ങോട്ട് ബോറോ ചെയ്തിട്ട് അല്ലെങ്കിൽ കടം കൊടുത്തിട്ടാണ് നമുക്ക് ഇവിടെ 16 ആയത്. അപ്പോൾ 6 എന്നുള്ളത് എന്തായി? 5 ആയി. 16-ൽ നിന്ന് 9 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 7. ക്ലിയർ അല്ലേ? സബ്സ്ട്രാക്ഷൻ ബോറോവിങ്ങിൻ്റെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ബോറോവിങ്ങിൻ്റെ യെസ് എല്ലാവരും 7 കമൻറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. സോ ബോറോവിങ്, അതായത് കടം കൊടുത്തിട്ട് ചെയ്യുന്ന പരിപാടി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ഇല്ല സബ്സ്ട്രാക്ഷൻ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ നിന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണെങ്കിൽ എല്ലാവരും ഒന്ന് തംസ് അപ്പ് കൊടുക്കാം. ഇനി സബ്സ്ട്രാക്ഷൻ ഇതിനെപ്പറ്റി വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ യെസ് എന്ന് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും സബ്സ്ട്രാക്ഷൻ ഓക്കെയാണ്, അഡീഷനും ഓക്കെ ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാം. നമ്പേഴ്സ് വെച്ചിട്ടുള്ള എല്ലാ പരിപാടികളും നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനും നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും, അതായത് ഗുണനവും ഹരണമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. അപ്പോൾ സബ്സ്ട്രാക്ഷൻ ഓക്കെ ആണെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്ത് എല്ലാവരും തംസ് അപ്പ് കൊടുത്തേ. യെസ് വെരി ഗുഡ്. അപ്പം എല്ലാവർക്കും അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ എളുപ്പമാണ്. വെരി ഗുഡ്. അപ്പം നമുക്കിനി പെട്ടെന്ന് വലിയ കാര്യങ്ങൾ പഠിച്ചു പോവാം. ഓക്കെ യെസ്. അപ്പോൾ ആർക്കൊക്കെയാണ് സബ്സ്ട്രാക്ഷൻ്റെ ഇനി വേണ്ടത്? അപ്പോൾ മെജോറിറ്റി എങ്ങനെയാണ് നോക്കിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം സബ്സ്ട്രാക്ഷൻ്റെ ഈ വർക്ക്ഷീറ്റും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതെല്ലാം ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് ഇങ്ങനെ ചെയ്യാം. ഞാൻ ഈ വർക്ക്ഷീറ്റ് ആഡ് ചെയ്യും. എല്ലാവരും ഈ വർക്ക്ഷീറ്റ് വർക്ക് ചെയ്ത് നോക്കുക. ആൻസേഴ്സ് ഉണ്ട് അപ്പുറത്ത്, അത് നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. നിങ്ങൾ അത് തന്നെ ഇരുന്നിട്ട് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക, സബ്സ്ട്രാക്ട് ചെയ്ത് പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ സബ്സ്ട്രാക്ഷനെ ഒന്ന് ബേസ് സെറ്റാക്കിയിട്ട് പോവാം. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ട്. അപ്പോൾ എല്ലാവരും തംസ് അപ്പ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഗുണനം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വർക്ക്ഷീറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാം. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്താൻ പോവാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ എല്ലാവരുടെയും കോപ്പറേഷൻ എല്ലാവരും നല്ല രീതിയിൽ തന്നെ കമൻറ്റിൽ സഹകരിച്ചു. വെരി ഗുഡ്. താങ്ക് യു. ആൻഡ് നമുക്ക് കുറച്ചും കൂടിയൊക്കെ ആക്റ്റീവായിട്ട് എല്ലാവരും പറയണം. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിന് ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുമല്ലോ. അപ്പോൾ നമുക്ക്
ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മലയാളം മീഡിയക്കാർ പേടിക്കേണ്ട, ഞാൻ നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തി എല്ലാത്തിൻ്റെയും മലയാളം ഞാൻ അടുത്ത ക്ലാസ്സിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് കഴിയാണ്. ബൈ.